ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിന്ന് എൻ്റെ വീട്ടിലെ കുറച്ച് ഓർക്കിഡ് ഫ്ലവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം എൻ്റെ കയ്യിൽ ഒരുപാട് കളക്ഷനൊന്നുമില്ല, കാരണം ഞാൻ ഈ ഫെലനോപ്സിസിൻ്റെ കളക്ഷൻ തന്നെ തുടങ്ങിയത് കഴിഞ്ഞ വർഷം ജനുവരിയിലാണ്. അതിനു മുമ്പ് എൻ്റെ കയ്യിൽ ആകെ കുറച്ച് ഫെലനോപ്സിസിൻ്റെ പ്ലാന്റ്സ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. കുറച്ച് ഡെൻഡ്രോബിയം, ഒരു 4-5 വാൻഡ, അങ്ങനെ അത്രയും പ്ലാന്റ്സ് മാത്രമാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഒരു ഫെലനോപ്സിസിൻ്റെ പ്ലാന്റ് എൻ്റെ കയ്യിൽ 2 വർഷമായിട്ട് ഉള്ള പ്ലാന്റ് ആണ്. ഇതിൽ ഈ പ്രാവശ്യം നല്ല ബഞ്ചായിട്ട് തന്നെയാണ് ഫ്ലവേഴ്സ് ഉണ്ടായത്. ഫ്ലവറിൻ്റെ സൈസും മുമ്പത്തെ അപേക്ഷിച്ച് കുറച്ചും കൂടി ഒന്ന് വലുതായിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള പിങ്ക് ഷെയ്ഡിലുള്ള വലിയ പൂക്കളാണ്. പ്ലാന്റിൻ്റെ ഐഡിയ അറിയില്ല, കാരണം ഇതന്ന് വാങ്ങിക്കുന്ന സമയത്ത് ഇതിൽ ഐഡിയ ഉണ്ടായിരുന്നില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീവ്സും അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ട് സിസ്റ്റവും ഒക്കെ ഉള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പം നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മെച്യൂർഡ് ആയിട്ടുള്ള പ്ലാന്റിന് പ്രോപ്പറായിട്ടുള്ള ഇൻഡയറക്റ്റ് ലൈറ്റും ഹ്യൂമിഡിറ്റിയും അതേപോലെ തന്നെ ഫെർട്ടിലൈസറും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റ് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവേഴ്സ് തന്നെ തരും. പിന്നെ ഇത് ക്യാമറ ഒബ്സ്ക്യൂറ ആ ഒരു ഐഡിയയിൽ വരുന്ന പ്ലാന്റ് ആണ്. ഇതിൻ്റെ പൂക്കളും നല്ല ഭംഗിയുള്ള പൂക്കൾ തന്നെയാണ്. ഫ്ലവേഴ്സിൽ ഒരു പർപ്പിൾ ഷെയ്ഡ് വന്നിട്ട് സെൻറ്ററിൽ ലിപ്പിലായിട്ട് ഒരു ഡാർക്ക് മെറൂണും യെല്ലോയും വൈറ്റ് ഷെയ്ഡും വരുന്ന നല്ല ഭംഗിയുള്ള പൂക്കളാണ്. അപ്പോൾ ഇത് ഞാൻ ഇക്കഴിഞ്ഞ വർഷം ജനുവരിയിൽ തന്നെ വാങ്ങിച്ച മെച്യൂർഡ് ആയിട്ടുള്ള പ്ലാന്റ് ആയിരുന്നു. അപ്പോൾ വാങ്ങിച്ച് ആ ഒരു ഫ്ലവറിങ്ങിൻ്റെ സീസണിൽ തന്നെ ഇത്രയും ചെറിയ പ്ലാന്റിൽ അത്യാവശ്യം നല്ല ബഞ്ചായിട്ട് തന്നെ ഫ്ലവേഴ്സ് വിരിഞ്ഞപ്പോൾ നല്ലൊരു സന്തോഷം തോന്നി. പിന്നെ എൻ്റെ അടുത്ത് കുറേ പേരായി ഇപ്പോൾ പല വീഡിയോസിലായിട്ട് ഇതിന് കൊടുക്കണ വളങ്ങളുടെ വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മെയിനായിട്ട് കെമിക്കൽ ഫെർട്ടിലൈസർ തന്നെയാണ് കൊടുക്കാറ്. പിന്നെ സാധാരണ കൊടുക്കണ വളങ്ങൾ കൂടാതെ ഇപ്പം ഞാൻ 2-3 എക്സ്ട്രാ വേറെ വളങ്ങളും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയും കൂടി റിസൾട്ട് കിട്ടിയതിന് ശേഷം എന്തായാലും വീഡിയോ ഇടാം. അപ്പോൾ ഈ ഒരു പ്ലാന്റ് മാത്രമാണ് ഞാൻ കഴിഞ്ഞ വർഷം ജനുവരിയിൽ ഒരു 6-7 പ്ലാന്റ്സ് വാങ്ങിച്ചതിൽ ആകെ ഉണ്ടായിരുന്ന മെച്യൂർഡ് ആയിട്ടുള്ള പ്ലാന്റ്. ബാക്കിയെല്ലാം മീഡിയം സൈസ് പ്ലാന്റ്സ് ആണ് അന്ന് വാങ്ങിച്ചത്. പിന്നെ ഈ പ്ലാന്റ് സ്ട്രോബെറി കേക്ക് ആ ഒരു ഐഡിയയിൽ വരുന്ന പ്ലാന്റ് ആണ്. കാണാൻ നല്ല രസമുള്ള പൂക്കളാണ്. എനിക്ക് പ്ലാന്റ് വാങ്ങിച്ച് ഫസ്റ്റ് തന്നെ ഡബിൾ സ്പൈക്കോട് കൂടിയിട്ടുള്ള ഫ്ലവേഴ്സ് തന്നെയാണ് വിരിഞ്ഞത്. അപ്പോൾ ആ ഒരു യെല്ലോയും പിന്നെ നല്ല സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ആ ഒരു പിങ്ക് കോമ്പിനേഷനും കൂടി ഫ്ലവേഴ്സിൽ വന്നിട്ട് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സാണ്. ശരിക്കും അതാണ് അതിൻ്റെ ഒരു ഒറിജിനൽ ഷെയ്ഡ് വരുന്നത്. പക്ഷെ എനിക്ക് ഫസ്റ്റ് വിരിഞ്ഞ ഫ്ലവേഴ്സൊക്കെ ആ ഒരു ഷെയ്ഡായിരുന്നു. പിന്നെ ലാസ്റ്റ് വിരിഞ്ഞ ഫ്ലവേഴ്സൊക്കെ ആ ഒരു പ്യുവർ യെല്ലോയിൽ ചെറുതായിട്ട് പിങ്ക് ഷെയ്ഡ് അങ്ങനെയായിരുന്നു. അത് മ്യൂട്ടേഷൻ കൊണ്ടാണോ അതോ ടെമ്പറേച്ചറിലുള്ള വേരിയേഷൻസ് കൊണ്ടാണോ എന്താണോ എന്നറിയില്ല. പക്ഷെ എന്തൊക്കെയായാലും ഫ്ലവേഴ്സ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്ലാന്റാണ് ഞാൻ ഫെലനോപ്സിസ് ഓർക്കിഡിൻ്റെ റീപോർട്ടിംഗ് വീഡിയോയിൽ പോട്ട് ചെയ്ത് കാണിച്ച പ്ലാന്റ്. അന്ന് ആ വീഡിയോ ഇട്ടപ്പോൾ എൻ്റെ അടുത്ത് പലരും ഈ പ്ലാന്റിൻ്റെ റേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം ജനുവരിയിൽ 425 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ച മീഡിയം സൈസ് പ്ലാന്റ് ആയിരുന്നു ഇത്. പിന്നെ ഇത് പോൾക്ക ഡോട്ട്സ് ആ ഒരു ഐഡിയയിൽ വരണ പ്ലാന്റ് ആണ്. ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസിൽ വൈറ്റ് ഷെയ്ഡ് വന്നിട്ട് സെൻറ്ററിലായിട്ട് ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡിലുള്ള ഡോട്ടഡ് പാറ്റേൺ വരുന്ന നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഈ ഒരു പ്ലാന്റ് എൻ്റെ കയ്യിൽ 1 വർഷമായിട്ടുള്ള പ്ലാന്റ് ആണ്. ഇത് ഫാൻസി ഫ്രെക്കിൾസ് ആ ഒരു ഐഡിയയിൽ വരുന്ന പ്ലാന്റ് ആണ്. ഫ്ലവേഴ്സിന് ബേസിൽ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് വന്നിട്ട് സെൻറ്ററിൽ ഫുള്ളായിട്ട് മജന്ത ഷെയ്ഡിലുള്ള ഡോട്ട്സ് വരുന്ന നല്ല രസമുള്ള പൂക്കളാണ്. ഇത് ഞാൻ ഇക്കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ 320 രൂപയ്ക്ക് വാങ്ങിച്ച മീഡിയം സൈസ് പ്ലാന്റ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ഫ്ലവറിങ്ങിൻ്റെ സീസണിൽ ഫസ്റ്റ് തന്നെ ഡബിൾ സ്പൈക്കോട് കൂടിയിട്ടുള്ള ഫ്ലവേഴ്സ് തന്നെയാണ് വിരിഞ്ഞത്. പിന്നെ ഇത് പപ്പഗായോ ആ ഒരു ഐഡിയയിൽ വരണ പ്ലാന്റ് ആണ്. ഇതും ഫാൻസി ഫ്രെക്കിൾസും രണ്ടും ഒരുമിച്ച് തന്നെയാണ് വാങ്ങിച്ചത്. ഇതിൽ ഫ്ലവേഴ്സ് കംപ്ലീറ്റ് വിരിഞ്ഞു വന്നപ്പോൾ ഏകദേശം സെപ്റ്റംബർ ലാസ്റ്റ് വീക്കൊക്കെ ആയിട്ടുണ്ട്. പ്ലാന്റ് മീഡിയം സൈസ് ആണെങ്കിലും മറ്റേ മീഡിയം സൈസ് പ്ലാന്റ്സിനെ അപേക്ഷിച്ച് ഇത് കുറച്ച് ചെറിയ പ്ലാന്റ് ആയിരുന്നു. പിന്നെ ഈ ഒരു സെൻറ്ററിലുള്ള ഫെലനോപ്സിസ് ഇതിൻ്റെ ഐഡിയ വരുന്നത് ലൗഡേ ആണ്. ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസിൽ റോസ് പിങ്ക് ഷെയ്ഡ് വന്നിട്ട് സെൻറ്ററിൽ ലിപ്പിലായിട്ട് ഒരു മജന്ത ഷെയ്ഡ് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റും ഞാൻ ജനുവരിയിൽ തന്നെ വാങ്ങിച്ച മീഡിയം സൈസ് പ്ലാന്റ് ആണ്. പ്ലാന്റ് അത്ര വലിപ്പമില്ലെങ്കിലും ഇതിൽ ഫ്ലവേഴ്സ് ആ ഒരു ജൂലൈയിൽ വിരിഞ്ഞപ്പോൾ നല്ല വലിയ ഫ്ലവേഴ്സ് തന്നെയാണ് വിരിഞ്ഞത്. പിന്നെ ഈ ഒരു വാൻഡ ഇതിൻ്റെ ഐഡിയ വരണത് ഫൂക്സ് ഡിലൈറ്റ് എന്നാണ്. ഈ ഒരു പ്ലാന്റ് എൻ്റെ കയ്യിൽ 3 വർഷമായിട്ട് ഉള്ള പ്ലാന്റ് ആണ്. ഇതിവിടെ വർഷത്തിൽ ഒരു 6-7 പ്രാവശ്യമെങ്കിലും ബ്ലൂം ചെയ്യാറുണ്ട്. ചില സമയത്ത് ഡബിൾ സ്പൈക്കും ഉണ്ടാവാറുണ്ട്. നല്ല ബ്രൈറ്റ് മജന്ത ഷെയ്ഡിൽ നല്ല വലിയ പൂക്കളാണ്. കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ശരിക്കും ഒരു ഫ്രീക്വൻറ്റ് ബ്ലൂമർ എന്നൊക്കെ പറയുന്ന ആ ഒരു ടൈപ്പാണിത്. എൻ്റെ കയ്യിലുള്ള ബാക്കി 4-5 വാൻഡ വർഷത്തിൽ ഇത്രയും പ്രാവശ്യം അങ്ങനെ ബ്ലൂം ചെയ്യാറില്ല. അപ്പം നിങ്ങൾ ഒരു ഫ്രീക്വൻറ്റ് ബ്ലൂമിങ് വാൻഡ അന്വേഷിച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ചോയ്സാണ്. പിന്നെ ഈ വാൻഡയുടെ ബാക്കിലുള്ള ആ ഒരു വൈറ്റ് കളറിലുള്ള ഫെലനോപ്സിസ് എൻ്റെ കയ്യിൽ 1 വർഷമായിട്ടുള്ള പ്ലാന്റ് ആണ്. പ്ലാന്റിൻ്റെ ഐഡിയ അറിയില്ല. കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളാണ്.
പിന്നെ ഇത് വാൻഡ സോംശ്രീ പാരഗൺ ബ്ലൂ ആ ഒരു ഐഡിയയിൽ വരണ ഓർക്കിഡാണ്. ഇതും ഞാൻ മറ്റേ വാൻഡയുടെ ഒപ്പം തന്നെ 3 വർഷം മുമ്പ് വാങ്ങിച്ച പ്ലാന്റാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഇതിവിടെ വർഷത്തിൽ ഒരു 3-4 പ്രാവശ്യമൊക്കെ ഫ്ലവർ ചെയ്യാറുണ്ട്. ഫ്ലവേഴ്സിന് നല്ലൊരു വയലറ്റ് ബ്ലൂ കളർ വന്നിട്ട് പെറ്റൽസിൽ ചെക്ക് പാറ്റേൺസ് ഒക്കെ വരുന്ന കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളാണ്. അപ്പോൾ വാൻഡ എല്ലാം ഞാനിവിടെ സിറ്റ് ഔട്ടിൽ ഫ്രണ്ടിലായിട്ട് ഹാങ് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ ഈ ഒരു വാൻഡ ഞാൻ കഴിഞ്ഞ വർഷം ജനുവരിയിൽ വാങ്ങിച്ച പ്ലാന്റാണ്. പ്ലാന്റ് വാങ്ങിച്ചപ്പോഴേ അത്ര നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിരുന്നില്ല. പിന്നെ ആ ഒരു ഫ്ലവറിൻ്റെ പിക്ചർ കണ്ടിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൽ ആ ഒരു ജൂലൈ ഒക്കെ ആയപ്പോൾ ഫസ്റ്റ് ഫ്ലവേഴ്സ് വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസിൽ നല്ലൊരു ഓറഞ്ച് യെല്ലോ ഷെയ്ഡ് വന്നിട്ട് സെൻറ്ററിൽ ഡോട്ട്സ് വരുന്ന കാണാൻ നല്ല രസമുള്ള പൂക്കളാണ്. അപ്പോൾ ഞാൻ ഈ പ്ലാന്റിൻ്റെ കേടായ വേരുകളൊക്കെ കട്ട് ചെയ്ത് ആ ഭാഗത്ത് സാഫ് പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം പ്രോപ്പറായിട്ട് വെള്ളവും ഫെർട്ടിലൈസറൊക്കെ കൊടുത്തിട്ട് അതിൽ ഒരുപാട് പുതിയ റൂട്ട്സൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫെലനോപ്സിസും കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളാണ്. പ്ലാന്റിൻ്റെ ഐഡിയ അറിയില്ല. അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന ഈ 2 യെല്ലോയും കഴിഞ്ഞ വർഷം ജനുവരിയിൽ തന്നെ വാങ്ങിച്ച മീഡിയം സൈസ് പ്ലാന്റ്സ് ആയിരുന്നു. അപ്പോൾ ആ ഒരു വർഷം ജൂൺ ഫസ്റ്റ് വീക്കൊക്കെ ആയപ്പോഴാണ് ഈ 2 പ്ലാന്റ്സിലെയും ഫ്ലവേഴ്സ് വിരിഞ്ഞത്. പിന്നെ ഈ ഒരു ഡെൻഡ്രോബിയം ഇത് തൊങ്ചായ് ഗോൾഡ് ഇനത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ള മഞ്ഞ പൂക്കളാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇതിൻ്റെ ലിപ്പിലായിട്ട് ഒരു ചെറിയ വൈറ്റ് ഷെയ്ഡും കൂടി വരുന്നുണ്ട്. ഇവിടെ മിക്കപ്പോഴും നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു ഡെൻഡ്രോബിയം എൻ്റെ കയ്യിൽ 2 വർഷമായിട്ട് ഉള്ള പ്ലാന്റ് ആണ്. നല്ല വലിയ പ്ലാന്റ് ആണ്. പിന്നെ ഇത് പഞ്ചാര പിങ്ക് ആ ഒരു ഐഡിയയിൽ വരുന്ന ഡെൻഡ്രോബിയം ഓർക്കിഡാണ്. മജന്ത പിങ്ക് ഷെയ്ഡിൽ നല്ല ഭംഗിയുള്ള പൂക്കളാണ്. പിന്നെ ഈ മജന്ത പിങ്കും ഈ ഒരു പിങ്കും രണ്ടും നല്ല വ്യത്യാസമുണ്ട്. ഈ പ്ലാന്റിൻ്റെ ഐഡിയ അറിയില്ല. പിന്നെ ഈ പ്ലാന്റ് ഇതിൻ്റെ ഐഡിയ വരുന്നത് ഹമ്മിങ് ബട്ടർഫ്ലൈ എന്നാണ്. ശരിക്കും നല്ല കളർഫുൾ ആയിട്ടുള്ള വലിയ ബട്ടർഫ്ലൈസ് ആ ഒരു ലുക്കാണ് ഫ്ലവേഴ്സിന്. ഇതൊക്കെ എൻ്റെ കയ്യിൽ 1 വർഷമായിട്ട് ഉള്ള പ്ലാന്റ് ആണ്. പിന്നെ ഇത് ഡെൻഡ്രോബിയം ബൂഞ്ചു ഗോൾഡ് ആ ഒരു ഐഡിയയിൽ വരുന്ന പ്ലാന്റ് ആണ്. ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസിൽ ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് വന്നിട്ട് സെൻറ്ററിൽ ലിപ്പിലായിട്ട് ഡാർക്ക് പിങ്ക് ഷെയ്ഡ് വരുന്ന കാണാൻ നല്ല രസമുള്ള പൂക്കളാണ്. ഈ പ്ലാന്റ് ഡെൻഡ്രോബിയം പിങ്ക് സ്ട്രൈപ്പാണ്. ഇതൊക്കെ ഒരുവിധം എല്ലാവരുടെയും കയ്യിൽ കോമൺ ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. ഫ്ലവേഴ്സിന് ബേസിൽ ഒരു ലൈറ്റ് പർപ്പിൾ ഷെയ്ഡ് വന്നിട്ട് പിങ്ക് ഷെയ്ഡിലുള്ള മൾട്ടിപ്പിൾ സ്ട്രൈപ്സ് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സാണ്. ഈ പ്ലാന്റ് ഇതിൻ്റെ ഐഡിയ വരുന്നത് ഡെൻഡ്രോബിയം അരിഡാങ് ബ്ലൂ. ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു ഡെൻഡ്രോബിയം ഓർക്കിഡ് വെറൈറ്റി ആണ്. കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളാണ്. പിന്നെ ഈ ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ഇതിവിടെ മുമ്പേ ഉള്ളതാണ്. ഇതിൽ സ്ഥിരമായിട്ട് പൂക്കളും ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ പുതിയ തൈകളും പെട്ടെന്ന് തന്നെ വരാറുണ്ട്. ഇതിൽ ഫസ്റ്റ് കാണുന്നത് ഡെൻഡ്രോബിയം സോണിയ വൈറ്റ് ആണ്. വൈറ്റ് ഷെയ്ഡ് പൂക്കൾക്ക് ഒരു പ്രത്യേക എടുപ്പ് തന്നെയാണ്. രണ്ടാമത് ആ ഒരു വൈറ്റും ഡീപ്പ് പർപ്പിൾ സ്ട്രൈപ്സും കൂടി മിക്സ് ആയിട്ട് വരുന്നത് പോപ്സൈ ആണ്. ബാക്കിയുള്ള ഫ്ലവേഴ്സിൻ്റെ ഐഡിയ അറിയില്ല. രണ്ടും കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കൾ തന്നെയാണ്. പിന്നെ ഈ പ്ലാന്റ് ഇത് ഫെലനോപ്സിസ് മിഡ് സമ്മർ നൈറ്റ് ആണ്. ഇതൊക്കെ മുമ്പത്തെ പ്ലാന്റ്സ് ആണ്. ഇത് ക്യാരറ്റ് കേക്ക് ആ ഒരു ഐഡിയയിൽ വരുന്ന ഫെലനോപ്സിസ് ആണ്. ഓറഞ്ച് യെല്ലോ ഷെയ്ഡിൽ കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഈ പ്ലാന്റിൻ്റെ ഐഡിയ വരുന്നത് മിറാഫ്ലോർ. ലൈറ്റ് യെല്ലോ ഷെയ്ഡിൽ ലിപ്പിൽ ഒരു മജന്ത ഷെയ്ഡും കൂടി വരുന്ന നല്ല പൂക്കളാണ്. അപ്പോൾ ഈ 2 പ്ലാന്റ്സും ഇക്കഴിഞ്ഞ വർഷം ജനുവരിയിൽ വാങ്ങിച്ച മീഡിയം സൈസ് പ്ലാന്റ്സിൻ്റെ കൂട്ടത്തിലുള്ളതാണ്. പിന്നെ ഈ പ്ലാന്റ്സിൻ്റെ ഒന്നും ഐഡിയ അറിയില്ല. പിന്നെ ഇത് ഡെൻഡ്രോബിയം വിസ പീച്ച് ആണ്. ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസിൽ വൈറ്റ് ഷെയ്ഡും ലൈറ്റ് പീച്ച് ഷെയ്ഡും കൂടി മിക്സ് ആയിട്ട് വരുന്ന നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഇത് ഡെൻഡ്രോബിയം റോസ് ബെറ്റി ബ്ലൂ ആണ്. ഇതൊക്കെ ഓൾറെഡി എൻ്റെ കയ്യിൽ മുമ്പേ ഉള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ ബാക്കിയുള്ള ഫ്ലവേഴ്സൊന്നും ഞാനിപ്പോൾ തൽക്കാലം വീഡിയോയിൽ കാണിക്കുന്നില്ല. വീഡിയോ ഒരുപാട് ലെങ്തി ആയിട്ട് പോവും. ഇനി ഈ വർഷത്തിൽ വിരിയാനുള്ള പുതിയ ഫ്ലവേഴ്സും ബാക്കിയുള്ള ഫ്ലവേഴ്സും എല്ലാം കൂടി പിന്നീട് ഒരു വീഡിയോ ചെയ്യാം. പിന്നെ വീഡിയോയിൽ ജസ്റ്റ് വെറുതെ ഫ്ലവേഴ്സ് മാത്രം കാണിക്കുന്നതിന് പകരം പ്ലാന്റ്സിൻ്റെ ഐഡിയ കൂടി പറഞ്ഞത് ഇതിനെക്കുറിച്ച് ഒട്ടും ഐഡിയ ഇല്ലാത്തവർക്ക് ഉപകാരമായിക്കോട്ടെ എന്ന് കരുതിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്